സംവിധാനം ചെയ്ത ഒരു നടനാണെന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശം കാര്യം. അതെന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. സിനിമ ഉണ്ടാക്കിയെടുക്കുന്നത് സംവിധായകനോടൊപ്പമുള്ള സാങ്കേതിക പ്രവർത്തനമാണ്. എന്ത് ബുദ്ധിയാണോ നിനക്ക്? നീ മലയാള സിനിമയെ വേറെ തലത്തിലെത്തിക്കും. നടന്മാർ അവരുടെ ജോലി ചെയ്താണ്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? മാളിപ്പുറം ഡയറക്ട് ചെയ്ത പോലും പിന്നെയാണ് ഉണ്ണിമൂന്നനാണ് പിന്നെയാണ് അറിയുന്നത്. അങ്ങനെയൊന്നല്ലോ നീ നല്ല പറഞ്ഞതെല്ലാം നിന്റെയാണെന്നല്ലേ പറഞ്ഞത് സാറേ. ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. സാർ ക്ഷമിക്കണം, ഇവൻ പറഞ്ഞു ഡയറക്ഷൻ എളുപ്പപ്പണിയാണെന്ന്. ഞാൻ ഇതുവരെ ഒരു ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ല സാർ. ഒരു നടനും മലയാളത്തിൽ കോസ്റ്റ് ഡയറക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെ ശ്രമിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. എനിക്കിപ്പോ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറിക്കിട്ടി. ഉണ്ണിമൂന്നന്റെ വിജയിച്ച ചിത്രങ്ങളൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്യുകയും പരാജയപ്പെട്ട ചിത്രങ്ങൾക്കൊക്കെ വേറെ സംവിധാനമാകുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ സംശയം ഇവൻ എന്റെ ഡയറക്ഷൻ കയറി മനഃപൂർവ്വം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. സിനിമ ഉണ്ടാക്കിയെടുക്കുന്നത് സംവിധായകനോടൊപ്പമുള്ള സാങ്കേതിക പ്രവർത്തനമാണ്. നടന്മാർ അവരുടെ ജോലി ചെയ്താണ്. ഗായ്സ് വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ? ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.